സൂറത്തുൽ മാഇദ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖത്മുൽ ഖുർആന്റെ 53-ാമത്തെ ക്ലാസ് സൂറത്തുൽ മാഇദയുടെ തുടക്കം മുതൽ ആരംഭിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്. أحلت لكم بهيمة الأنعام إلا ما يتلى عليكم غير محل الصيد وأنتم حرم إن الله يحكم ما يريد. പ്രിയമുള്ളവരെ, സൂറത്തുൽ മാഇദയുടെ 1-ാമത്തെ ആയത്താണ് ഓതിയത്. ഓതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ അഥവാ നിർത്തുമ്പോൾ, ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക. അത് എല്ലാ സ്ഥലങ്ങളിലും വരുമല്ലോ. ആ സ്ഥലങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഞാൻ നിർത്തിയപ്പോ ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്, മാ യുരീദു എന്നാണുള്ളത്. അവിടെ നിർത്തുമ്പോൾ മാ യുരീദ് അവസാനം സുക്കൂൻ ചെയ്യണം. തൻവീൻ ഫത്ഹ് നീട്ടാനുള്ള സ്ഥലം അല്ലേ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? തൻവീൻ ഫത്ഹുള്ളോടത്ത് തൻവീൻ ഫത്ഹോട് കൂടെ അവസാനിപ്പിക്കുക, നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടിക്കൊണ്ട് അവസാനിപ്പിക്കുക. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ ചെയ്യണം. ഇന്നല്ലാഹ എന്ന് പറഞ്ഞ് നിർത്തരുത്. നിർത്താന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ വേണ്ടി നമ്മളിങ്ങനെ ഓതിക്കൊടുക്കുമ്പോൾ നിർത്താതെ നമുക്ക് ഓതാൻ കഴിയുമല്ലോ. അപ്പോൾ ഇടയ്ക്ക് ശ്വാസം വിടേണ്ടി വരുമല്ലോ. അപ്പൊ ആ നിർത്തുന്ന എവിടെയാണോ നിർത്തുക, ഈ എന്ന് പറഞ്ഞ് നമ്മൾ ആരും നിർത്തൂലല്ലോ. നിർത്തുമ്പോൾ ഒരു പദത്തിന്റെ അവസാനം നിർത്തുക. അവസാനത്തിലാകുമ്പോൾ ആ അവസാനത്തിന്റെ പദത്തിന്റെ അവസാന അക്ഷരത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്. ബിൽ ഉഖൂദി എന്നാണുള്ളത്. ദാലിന് കസറാണുള്ളത്. കസർ ചെയ്യുമ്പോൾ അവിടെ കസർ ആകുമ്പോൾ എന്ത് ചെയ്യണം? സുക്കൂൻ കൊടുക്കണം. ദാലിന് സുക്കൂൻ ചെയ്യണം. ബിൽ ഉഖൂദ്. ഉഹില്ലത് ലക്കും അവിടെ മീമിന് സുക്കൂൻ ചെയ്തു. ഉഹില്ലത് ലക്കും അവിടെ സുക്കൂൻ തന്നെയാണ് ഉള്ളത് അല്ലേ. ഉഹില്ലത് ലക്കും ബഹീമത്തുൽ അൻആം. ഈ സ്ഥലത്ത് നമ്മുടെ ക്ലാസ് 53-ാമത്തെ ക്ലാസ് ആണല്ലോ. പ്രത്യേകിച്ച് സ്ഥിരമായ പ്രേക്ഷകർക്കൊക്കെ ഈ നിയമം മനസ്സിലായിട്ടുണ്ടാവും. മീമിന്റെ ശേഷം സുക്കൂനുള്ള മീമിന്റെ ശേഷം വന്ന് അല്ലേ. ആ നിയമം എന്താണ് അറിയുന്നവർ എന്ത് ചെയ്യുക? ഇതിന്റെ താഴെ എന്ത് ചെയ്യുക? ഈ നിയമം എന്താണ് എന്നുള്ളത് അതിന്റെ പേര് എഴുതിയാൽ മതി. വിശദമായിട്ട് എഴുതിയാൽ ഒന്നുകൂടി നന്നാവും. അപ്പം സുക്കൂനുള്ള മീമിന്റെ ശേഷം വന്നു. ആ ബാഗ് വന്നാൽ എന്ത് ചെയ്യണം? ആ നിയമം പഠിച്ചാൽ പോരാതെ നമ്മൾ അതേപോലെ ഓതണം. ഉഹില്ലത് ലക്കും ബഹീമത്തുൽ അൻആം. അവിടെ മീമിന് സുക്കൂൻ ചെയ്തുകൊണ്ട് നിർത്തിയപ്പോൾ മീമിന് സുക്കൂൻ ചെയ്തു അല്ലേ. ഉദാഹരണത്തിന് യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദി ഉഹില്ലത് ലക്കും ബഹീമത്തുൽ അൻആം. ഞാൻ ഓതിയപ്പോൾ അവിടെയാണ് എനിക്ക് ശ്വാസം മുട്ടിയത്. ഞാൻ അവിടെ നിർത്തി. അപ്പൊ അവിടെ നിർത്തേണ്ടി വന്നു അല്ലേ. നിർത്തേണ്ടി വരുമ്പോ എന്ത് ചെയ്യണം?
മീമിന് സുക്കൂൻ ചെയ്യണം. അതപ്പോൾ പറഞ്ഞ അൻആമി എന്ന് പറഞ്ഞെടുത്തത്. ബഹീമത്തുൽ അൻആമി ഇല്ലാ മാ യുത്ല എന്ന് ഓതരുത്, അവസാനം സുക്കൂൻ ചെയ്യണം. ലക്കും ബഹീമത്തുൽ അൻആമി ഇല്ലാ, അവിടെ നിർത്തേണ്ടി വന്നാൽ അവിടെയാണ് നിർത്തുന്നതെങ്കിൽ നമ്മൾ നിർത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. പക്ഷെ നിർത്തുന്ന സമയത്ത് എവിടെ നിർത്തിയാലും നിർത്തുന്ന സമയത്ത് അവസാനത്തിന് സുക്കൂൻ ചെയ്യണം. നീട്ടാറുണ്ടെങ്കിൽ നീട്ടുക, നീട്ടാറുണ്ടെങ്കിൽ പിന്നെ അവിടെ നീട്ടണം, അവിടെ പിന്നെ സുക്കൂൻ ചെയ്യണം. ഇല്ല ഇല്ല അല്ലേ, അവിടെ ശരിക്കും സുക്കൂൻ വരുന്നുണ്ട് അല്ലേ. അലിഫിൽ ഒന്നുമില്ല. അലിഫ് പറഞ്ഞാൽ എന്താ, ഫത്തും കസറൊന്നും ഇല്ലാത്ത, ഫത്തും കസറൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആൾ സുക്കൂനാന്നർത്ഥം. إلا ما يتلى عليكم غير محل الصيد وأنتم حرم إن الله يحكم ما يريد. രണ്ടാമത്തെ ആയത്ത്. നമ്മളെ ക്ലാസ് കേൾക്കുന്നവർക്ക് എന്ത് ചെയ്യാവുന്ന ലൈക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നവർക്കൊക്കെ മുഴുവനായിട്ടും ക്ലാസ്സുകളൊക്കെ ലഭ്യമാവണമെങ്കിൽ 53 ക്ലാസ്, ഈ 53 ക്ലാസ്സും നിങ്ങൾക്ക് ഒരു ലിങ്കിലായിട്ട് അല്ലെങ്കിൽ 2-3 ലിങ്കിലായിട്ട് നിങ്ങൾക്ക് അത് കിട്ടണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക, വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അതിൽ ജോയിൻ ചെയ്യാൻ സൗജന്യമായിട്ടാണ്. പ്രത്യേക ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല. അതിൽ ചെറിയ ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ഖത്മുൽ ഖുർആന്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ അത് നഷ്ടപ്പെടാതെ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, അതിലൊന്ന് ബന്ധപ്പെടുക. അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ചില ക്ലാസ്സുകൾ നമ്മുടെ താഴെയുള്ള ജോയിൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അതുപോലെ തന്നെ പേരൻസിനെയൊക്കെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതിലും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ വിശുദ്ധ 2ാം ക്ലാസ് മുതൽ ചെറിയ കുട്ടികൾക്കൊക്കെ വിശുദ്ധ ഖുർആൻ പഠിക്കണം, പാരായണം ചെയ്യണം, മനോഹരമാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കൾക്കൊക്കെ എന്ത് ചെയ്യുക, താഴെയുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭ്യമാവുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ചെറിയ സമയങ്ങളൊക്കെ നിശ്ചയിച്ചു കൊണ്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകൾ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ഇൻഷാ അല്ലാഹ്. മറ്റുള്ളത് ഇപ്പോൾ മുതിർന്നവർക്ക് നമ്മുടെ ഈ സ്ഥിരമായിട്ടുള്ള ഈ ക്ലാസ്സുകളൊക്കെ നമ്മുടെ മുതിർന്നവർക്കുള്ള ക്ലാസ്സുകളാണ്. പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും ഒക്കെ ആയ ആളുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പം ആരും മടിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ പ്രായമായതല്ലേ, ഇപ്പം എങ്ങനെയപ്പോൾ ചോദിക്കുക പഠിക്കുക എന്നുള്ള വിഷയമൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള ചെറിയ ക്ലാസ്സുകളൊക്കെ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രായമുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. 85 വയസ്സ് വരെയുള്ള ആളുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ആ ഒരു വിഷയത്തിൽ പഠിക്കേണ്ടതില്ല. നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്കൊക്കെ മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ നമ്മളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ എന്ത് ചെയ്യുക, കഴിവിൻ്റെ പരമാവധി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും ഉപകരിക്കുന്ന രൂപത്തിലൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകളൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കഴിവിൻ്റെ പരമാവധി കേൾക്കുകയെങ്കിലും ചെയ്യാം. കേൾക്കാൻ കാണാൻ സമയമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യാവുന്ന, പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ എന്ത് ചെയ്യുക, ജോലിൻ്റെ സമയത്തൊക്കെ എന്ത് ചെയ്യുക, നല്ലൊരു സമയത്ത് എന്ത് ചെയ്യുക, നല്ലൊരു സ്ഥലത്ത് വിശുദ്ധ ഫോണൊന്ന് വെച്ചുകൊണ്ട് ആ ക്ലാസ് ഒന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് ക്ലാസ് ഇങ്ങനെ ഇങ്ങനെ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെ കേട്ടാൽ മതിയല്ലോ. ക്ലാസ്സുകൾ ഇങ്ങനെ എന്ത് ചെയ്യുക, തീരെ കേൾക്കാൻ സമയമില്ലാത്ത ആളുകൾക്ക് ഫോണൊക്കെ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് ക്ലാസ് കേൾക്കുമ്പോൾ നിരന്തരമായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ചെറിയൊരു മാറ്റങ്ങളൊക്കെ നമുക്ക് സംഭവിക്കും. മാറ്റം ഉണ്ടാകട്ടെ. അല്ലാഹു തആല വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് വലിയ
ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനും ധാരാളം ഖത്മുകളൊക്കെ തീർക്കാനും മനോഹരമായിട്ട് പാരായണം ചെയ്യാനും നല്ല ഇഖ്ലാസോടുകൂടെ കർമ്മങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് വീണ്ടും കടക്കുകയാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾ ഏത് കാര്യങ്ങളാണെങ്കിലും വിശുദ്ധ ഖുർആൻ ആയിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പതിവായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ നിസ്കാരത്തിന്റെ വിഷയമാണെങ്കിലും തഹജ്ജുദിന്റെ എണ്ണത്തിന്റെ വിഷയത്തിലാണെങ്കിലും നമ്മൾ കഴിവിന്റെ പരമാവധി എത്രയും നിസ്കരിക്കാമെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഇടയ്ക്ക് ചെയ്യും പിന്നെ ചെയ്യാതിരിക്കുക, അങ്ങനത്തെ ഒരവസ്ഥ അല്ല. എപ്പോഴും പതിവായിട്ട് ചെയ്യുന്ന അമലുകളായിട്ട് നമ്മൾ മാറ്റുക. അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി അല്ലേ. നമ്മൾ കുറെ നിസ്കാരം എന്നുള്ളത് അള്ളാഹ്ക്ക് ആവശ്യമില്ലല്ലോ. അള്ളാഹ്ക്ക് നമ്മളെ 5 വക്ത് നിസ്കാരാണെങ്കിൽ ഏതെങ്കിലും സമയത്ത് നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ 5 സമയം വെച്ചു, ആ 5 സമയം പതിവായി ചെയ്യണം. അത് നിർബന്ധമായ ഒരു സംഗതിയാണല്ലോ. അതിന് കൂടെയുള്ള പതിവായിട്ട് ചെയ്യുന്ന റവാത്തിബ് സുന്നത്ത് നിസ്കാരം, അതും പതിവായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ് അല്ലേ. അതിന് റവാത്തിബ് എന്ന് പേര് വെച്ച് തന്നെ ആ ഒരു പതിവായി ചെയ്യേണ്ട ഒരു സംഗതി ആയതുകൊണ്ടാണ്. അത് നിർബന്ധമല്ലെങ്കിലും ആ നിർബന്ധ ബുദ്ധിയോടുകൂടെ നമ്മൾ അതൊക്കെ ചെയ്യാം. ഇങ്ങനെ സമയം വെച്ചതും ഈ ഒരു കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നമുക്ക് ഒരു പതിവായി ഒരു ചിട്ടയുണ്ടാക്കാൻ വേണ്ടി അല്ലേ. നമ്മളെ മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ ചിട്ടയുള്ളവനാണ്. ആ രൂപത്തിൽ ചിട്ടയുള്ള ഒരു ജീവിതമായിട്ട് നമ്മളെ ജീവിതം മാറ്റുക എന്നുള്ളതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരോട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുന്നൊരു സംഭവമുണ്ട്. ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ എന്റെ മുമ്പിലായിട്ട് അങ്ങയുടെ ചെരിപ്പടിക്കാലിന്റെ ശബ്ദം കേട്ടു എന്ന് ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ സ്വർഗത്തിലെ ഒരാൾ ഇങ്ങനെ നടക്കുന്ന ശബ്ദം കേട്ടു. ആ ശബ്ദം ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ അത് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെതാണെന്ന് മനസ്സിലാവുകയും ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ബിലാലെ അങ്ങ് എന്താണ് ഇത്രമാത്രം വലിയ പവറിലേക്ക് വലിയ സ്ഥാനത്തിലേക്ക് എത്താൻ കാരണമെന്ന് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഒരു അമലും ചെയ്തിട്ടില്ല. ഏതെല്ലാം സമയത്ത് ഞാൻ വുളു എടുക്കുന്നുണ്ടോ ആ വുളുവിന്റെ ശേഷം 2 റക്അത്ത് നിസ്കരിച്ചിട്ടല്ലാതെ മറ്റൊരു കർമ്മവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ആ ഒരു ചോദ്യവും ആ ഒരു ഉത്തരവും അത് നബിക്ക് അറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല, നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് മറുപടിയും പറയുകയാണ്, ഞാൻ ഒരു അമലും ചെയ്തിട്ടില്ല. മറ്റൊരു സാധാരണ ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ അമലെന്ന് ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു അമലുണ്ട്. ഏത് സമയത്ത് വുളു എടുത്താലും ആ വുളുവിന്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. ആ ഒരു കാര്യം ഞാൻ ഏതെല്ലാം സമയത്ത് ഓർക്കുന്നോ അതൊക്കെ ആ സമയത്തൊക്കെ ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചിട്ടല്ലാതെ ഒരു വുളുവും എന്നിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ വലിയ പവറിലേക്ക് എത്താൻ കാരണം അവിടെ നിന്ന് ചെയ്ത ആ ഒരു പതിവായി ചെയ്ത ഒരു സംഗതി അല്ലേ. അപ്പൊ അത് വുളുവിന്റെ ശേഷം ഉള്ള ആ ഒരു 2 റക്അത്ത് നിസ്കാരത്തിന്റെ പവറും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അത്രത്തോളം വലിയ പ്രാധാന്യമുള്ള വലിയ മഹത്വമുള്ള ഒരു സംഗതിയാണ് നമ്മളൊക്കെ ചിലപ്പോൾ നിസാരമായി തള്ളുന്ന വുളുവിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം.
അപ്പൊ ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് പെട്ടെന്നൊരു ഇഖ്ലാസ് വരിക, അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ കെട്ടുപോവുക, അങ്ങനെയല്ല. ഉള്ളത് കുറച്ചാണെങ്കിലും അത് പതിവായി ചെയ്യുന്ന ഒരു സംഗതിയായിട്ട് മാറുക. അല്ലാഹു തആല ആ രൂപത്തിലൊക്കെ നമ്മുടെയൊക്കെ ജീവിതം ചിട്ടപ്പെടുത്താൻ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا تحلوا شعائر الله ولا الشهر الحرام ولا الهدي ولا القلائد ولا آمين البيت الحرام ولا البيت الحرام يبتغون فضلا من ربهم ورضوانا يا أيها الذين آمنوا لا تحلوا شعائر الله ولا الشهر الحرام ولا الهدي ولا الهدي ولا القلائد ولا آمين البيت الحرام. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനോ ശബ്ദോ വന്നാൽ പിന്നെ അവിടെ നീട്ടുകയില്ല. വല എന്ന അലിഫ് വന്നു. വലൽ ഖല, വല അൽ ഖല ഇതാണുള്ളത്, ലാമിന് സുക്കൂനാണുള്ളത്. അപ്പൊ വലാൽ ഖല ഇതാന്ന് വായിക്കുക. വലൽ വലൽ ഖലാഇദ വലാ ആമീനൽ ബൈത്തൽ ഹറാം. ഖലാഇദ് അവിടെ അല്ലേ, അവിടെ ലാമിന് ശേഷം ഒരു അലിഫുണ്ട്. ആ അലിഫിന് ശേഷം ഹംസയാണുള്ളത്. അതേ വാക്കിലാണ് മദ് മുത്തസ്സിലാണ്. വല എന്നതിനെ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ആ എന്ന ഹംസ എന്ന അടുത്ത വാക്കിലാണ്, മദ് മുൻഫസ്സിലാണ്. അതിനുശേഷമുള്ള മദ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മദ്ദാണ്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നാൽ അല്ലെങ്കിൽ ശബ്ദ വന്നാൽ, നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനോ ശബ്ദോ വന്നാൽ മദ് ലാസിമാണ്, നിർബന്ധമായ മദ്ദാണ്. അത് പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് തന്നെ വലാ ആമീനൽ ബൈത്തൽ ഹറാം. എന്നതിന് ശേഷം ശബ്ദുള്ള അക്ഷരം വന്നു. അപ്പോ മദ് ലാസിമാണ്. യാസീൻ, യാസീൻ സൂറത്തിലെ അസീൻ എന്നുള്ളത് എന്താണ്? മദ് ലാസിമാണ്. കാരണം എന്താ? സീൻ, അവിടെ സീൻ എന്ന അക്ഷരമാണ് ഉള്ളതെങ്കിലും ഉച്ചാരണത്തിൽ സീൻ നീട്ടാനുള്ള സീ എന്ന സീ ഇപ്പൊ നീട്ടിയതിന് ശേഷം പിന്നെ സൂക്കുന വന്ന്, അതെപ്പോഴും അങ്ങനെ തന്നെ വരിക. സീൻ നൂൻ മദ് ലാസിമാണ്. അത് പരമാവധി നീട്ടി എന്ത് ചെയ്യണം? അത് നീട്ടിയിട്ട് തന്നെ ഓതണം. നമ്മൾ പിശുക്കണ്ട, എന്ത് ചെയ്യുക? അവിടെ നീട്ടുക. വല ആമീനൽ ബൈത്തൽ ഹറാമ യബ്തഗൂന ഫളൻ മിർ റബ്ബിഹിം يبتغون فضلا من ربهم ورضوانا. തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്ഹിനെ അവസാനിപ്പിക്കേണ്ടത് തൻവീൻ ഫത്തോട് കൂടെ അവസാനിപ്പിക്കണം. വരിളുവാന, വരിളുവാൻ എന്ന് പറയരുത്. തൻവീൻ ഫത്ഹാണ്. വരിളുവാന ആ രൂപത്തിലാണ് നിർത്തേണ്ടത്. മിർ റബ്ബിഹിം, നൂന്റെ ശേഷം മി അല്ലേ, സുക്കൂണുള്ള നൂന്റെ ശേഷം ലാമു വന്നു. ഇദ്ഗാം ബിലാഗുന്നിയാണ്. മിർ റബ്ബിഹിം വരിളുവാന.
وإذا حللتم فاصطادوا وإذا حللتم فاصطادوا فإيفؤوا എന്നു അവിടെ അലിഫില്ല, ഊന്നും ആന്നും വായിക്കരുത്. ആ രൂപത്തിലാണ് ഓതേണ്ടത്. അലിഫ് ഒരിക്കലും തന്നെ ഉച്ചരിക്കുകയില്ല, പറയുകയില്ല, പറയാനും പാടില്ല കൂട്ടി വായിക്കുമ്പോൾ. ولا يجرمنكم شنآن قوم أن صدوكم عن المسجد الحرام أن صدوكم عن المسجد الحرام أن تعتدوا وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان واتقوا الله إن الله شديد العقاب. അവിടെ നിർത്തി ബാഇന് സുക്കൂൻ ചെയ്തു. തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമാണ്. നീട്ടാനുള്ള അക്ഷരം അലിഫ് വന്നാലും യാ വന്നാലും വാവ് വന്നാലും ഈ 3 അക്ഷരമാണല്ലോ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം. ഏത് വന്നാലും അവസാനത്തെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ളതിന്റെ അവസാനത്തെ അക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ ഒന്ന് അല്പം നീട്ടേണ്ടതാണ്. ആ നീട്ടുന്നതിന്റെ പേരാണ് മദ് ആരിദ്. പുതിയ ഒരു മദ് ഉണ്ടാവുകയാണ് അല്ലെ, ആ സമയത്ത് നിർത്തുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നല്ലാഹ ഷദീദ് അവിടെ നിർത്തി. ദാലിന് സുക്കൂന് തൊട്ട് മുമ്പ് യാ ആണ്, നീട്ടാനുള്ള യാ ആണ്. അവിടെ ഒരല്പം നീട്ടണം. നിർത്തുക എന്ന് പറയുമ്പോൾ എവിടെ നിർത്തിയാലും വേണ്ടില്ല, ഏത് പദത്തിന്റെ അവസാനം നിർത്തിയാലും വേണ്ടില്ല, അവിടെയൊക്കെ മദ് ആരിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. എങ്ങനെ വരുന്നുണ്ടോ നോക്കിയാൽ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അവസാനം സുക്കൂൻ ആവുകയും ചെയ്യണം. തൻവീൻ ഫത്ത് ആകുമ്പോൾ ഉണ്ടാവില്ല. ഷദീദ് എന്നുള്ളിടത്ത് ഷദീദൻ എന്നാണെങ്കിൽ ഷദീദ എന്ന് പറയുള്ളൂ. ഷദീദ എന്ന് പറയില്ല. അവസാനം സുക്കൂനാവുകയും തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമാവുകയും ചെയ്യുമ്പോൾ മാത്രമേ മദ് ആരിൽ ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ആയത്ത് ഒന്നുകൂടി ഓതുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലൂ شعائر الله ولا الشهر الحرام ولا الهدي ولا القلائد ولا آمين البيت الحرام يبتغون فضلا من ربهم ورضوانا وإذا حللتم فاصطادوا ولا يجرمنكم شنآن قوم أن صدوكم عن المسجد الحرام أن تعتدوا وتعاونوا على البر والتقوى. ഇവിടെ കണ്ടില്ല അൻതഅതദു. അവിടെ മേലൊരു മീമിന്റെ ചിഹ്നം കണ്ടില്ല. മീമ് അതിന്റെ വാല് നേരെ നീർന്നു പോയ ഒരു വാലുണ്ട് അല്ലേ. മീമ് 2 കോലത്ത് വരും. ഒന്ന് നൂനിനെ മീമാക്കേണ്ട സ്ഥലം. ഇത് വഖഫ് ചെയ്യൽ അനിവാര്യമായ ഒരു സ്ഥലമാണ് അല്ലേ. അവിടെ വഖഫ് ചെയ്യുക, അതാ നല്ലേ. അവിടെ ഒരാളെ അവിടെ വഖഫ് ചെയ്യാതെ ഓതുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വഖഫ് ചെയ്യുക, അതിന്റെ ആ ചിഹ്നമാണ് അവിടെ ഉള്ളത്. أن تعتدوا وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان واتقوا الله إن الله شديد العقاب. മൂന്നാമത്തെ حرمت عليكم എന്നുള്ളത് നിർത്തുമ്പോൾ عليكم حرمت عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به والمنخنقة والموقوذة
والموقوذة والمتردية والنطيحة وما أكل السبع إلا ما ذكيتم وما ذبح على النصب وأن تستقسموا بالأزلام. അവിടെ ഇഖ്ഫ ചെയ്യണം. അതിന് മുമ്പ് ശബ്ദമുള്ള നൂന് ശബ്ദമുള്ള മീമ് എവിടെയും മണിക്കണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. وما ذبح على النصب وأن تستقسموا بالأزلام ذلكم فسق. അവിടെ നിർത്തിയപ്പോൾ ഖാഫിന് സുക്കൂന് അല്ലേ? അവിടെ നിർത്തുന്നില്ല എങ്കിൽ തെൻവീനാണ്. തെൻവീൻ ഫത്ഹിന്റെ ശേഷം വസിലിന്റെ ഹംസക്ക് വരുന്ന സമയത്ത് അതിന് ശേഷം സുക്കൂനും അല്ലേ? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം? ഫിസ്ഖുൻ. അവിടെ നിർത്താതെ ഓതുകയാണെങ്കിൽ ഫിസ്ഖുൻ അൽ യൗമ എന്ന് വായിക്കൂല. അവിടെ ഒരു നൂന്, ആ തൻവീന് നൂനായിട്ട് ഉച്ചാരണത്തിൽ വരണം. ഫിസ്ഖുനിൽ യൗമ യഇസല്ലദീന കഫറൂ മിൻ ദീനികും فسقن اليوم يئس الذين كفروا من دينكم فلا تخشوهم واخشون. അവിടെ നിർത്തി. നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള വാവിന് സുക്കൂന് യാന് സുക്കൂന്. അവിടെ അസിലിയായ ചിഹ്നം സുക്കൂന്റെ ചിഹ്നം അവിടെ ഉണ്ടെങ്കിൽ മദ് ലീന് വരും. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് തൊട്ട് മുമ്പ് വാവ് അല്ലെങ്കിൽ അതിന് അസിലിയായ സുക്കൂനിന്റെ ചിഹ്നമുണ്ട്. അസിലി എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സുക്കൂന്റെ ചിഹ്നം ഉണ്ട് എന്നർത്ഥം. അതിന് മുമ്പ് ഫത്ഹ ആവുകയും ചെയ്യുമ്പോൾ മദ്ദലീന് വരികയാണ്. ഞങ്ങള് പിന്നെ മദ് അവിടെ നിർത്തുന്നില്ലെങ്കിൽ പിന്നെ മദ് ഉണ്ടാവില്ല. فلا تخشوهم واخشوني اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت എന്ന് പറഞ്ഞ നിർത്താൻ ഉദ്ദേശിച്ചാൽ അതായത് പോരാ. വറളീത് നിർത്താണെങ്കിൽ താഴെ സുക്കൂൻ ചെയ്യണം. ورضيت لكم الإسلام دينا. تنوين فتحان. فمن اضطر في مخمصة غير متجانف لإثم فإن الله غفور رحيم. غفور رحيم نريد غفور رحيم. حرمت عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به والمنخنقة والموقوذة والمتردية والنطيحة وما أكل السبع إلا ما ذكيتم وما ذبح على النصب وأن تستقسموا بالأزلام. മീമിന് സുക്കൂൻ തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അലിഫ് വന്നു. ലാം. ذلكم فسق اليوم يئس الذين كفروا من دينكم فلا تخشوهم واخشوني اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا
فمن اضطر في مخمصة غير متجانف لإثم فإن الله അടുത്തെത്തി ഹായിന് സുക്കൂന് തൊട്ട് മുമ്പ് അല്ലേ അല്ലാഹ് ഒരു അലിഫ് വരുന്നുണ്ട് فإن الله غفور رحيم നാലാമത്തെ ആയത്ത് يسألونك ماذا أحل لهم ഇൻഷാല്ലാഹ് കുറച്ച് സ്പീഡ് പറഞ്ഞ നിയമങ്ങൾ പ്രധാനപ്പെട്ട മാത്രമേ പറയുന്നുള്ളൂ يسألونك ماذا أحل لهم قل أحل لكم الطيبات وما علمتم من الجوارح وما علمتم ميمنا ميمونو التميمايتو شريكا وما علمتم من الجوارح مكلبين تعلمونهن مما علمكم الله فكلوا مما أمسكنا عليكم واذكروا اسم الله عليه ഹായിന് സുക്കൂന് തൊട്ട് മുമ്പ് യാന് സുക്കൂന് ചിഹ്നമുണ്ട് അതിന് മുമ്പ് ഫത്ഹാണ് ലാമിന് ഫത്ഹയിലെ ലൈഹി മദ് ലീന് വന്നു വത്തഖുല്ലാഹ് അതിന് മുമ്പ് വദ്കുറു എന്നുള്ളത് വസിലിന് ഹംസ പോയി വായിക്കുന്നത് കാരണം നേരത്തെ പറഞ്ഞു നീട്ടാനുള്ള വദ്കുറു എന്ന നീട്ടാനുള്ളതിന് ശേഷം സുക്കൂന് വന്നാൽ ഇംഗ്ലീഷ് ശബ്ദ വന്നാൽ അവിടെ നീട്ടല് ഒഴിവാകും വദ്കുറുസ്മല്ലാഹി അലൈഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സരീഉൽ ഹിസാബ് يسألونك ماذا أحل لهم قل أحل لكم الطيبات وما علمتم من الجوارح مكلبين تعلمونهن مما علمكم الله فكلوا مما أمسكنا عليكم واذكروا اسم الله عليه واتقوا الله إن الله سريع الحساب اليوم أحل لكم الطيبات وطعام الذين أوتوا الكتاب حل لكم وطعامكم حل لهم والمحصنات من المؤمنات والمحصنات من الذين أوتوا الكتاب من قبلكم إذا آتيتموهن أجورهن محصنين غير مسافحين ولا متخذي أخدان മദ് മുൻഫസിൽ ഉണ്ട് നിർത്തിയപ്പോൾ തൻവീൻ കസറാണ് തൻവീൻ കസർ സുക്കൂൻ ചെയ്യണം തൻവീൻ ഫത്ത് മാത്രമേ തൻവീൻ ഫത്ത് ആകൂ പിന്നെ ഫത്തോട് കൂടെ അവസാനിപ്പിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാൻ ومن يكفر بالإيمان فقد حبط عمله وهو في الآخرة من الخاسرين اليوم أحل لكم الطيبات وطعام الذين أوتوا الكتاب حل لكم وطعامكم حل لهم والمحصنات من المؤمنات والمحصنات من الذين أوتوا الكتاب من قبلكم إذا آتيتموهن أجورهن محصنين
غير مسافحين ولا متخذي أخدان ومن يكفر بالإيمان فقد حبط عمله وهو في الآخرة من الخاسرين. يا أيها الذين آمنوا إذا قمتم إلى الصلاة ഹാത്താ വന്നാൽ പിന്നെ ഹാത്താവിനെ മാറ്റി പിന്നെ സുക്കൂനുള്ള ഹ ആക്കി മാറ്റുന്നതാണ്. ഇലസ്സലാഹ് ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ് فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين وأرجلكم إلى الكعبين. നൂന് സുക്കൂനെ തൊട്ട് മുമ്പ് യാന് സുക്കൂനെ അതിന് മുമ്പ് ഫത്തേ മധ്യേ ലീന വരുന്നു. മധ്യ ലീന വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരം യാന് സുക്കൂന് വാവിന് സുക്കൂനാവുകയും അതിന് മുമ്പ് ഫത്ത് ആവുകയും ചെയ്യുക. ഫത്ത് ബൈൻ കഅബൈൻ വഇൻ കുൻതും ജുനുബൻ ഫത്തഹറൂ وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء تنوين فتحنا فلم تجدوا ماء فتيمموا صعيدا فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم منه ما يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون. ഒന്നുകൂടെ നമ്മുടെ ക്ലാസ് ഖത്മുൽ ഖുർആന്റെ ക്ലാസ് ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ഖത്മ് തീരുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ ഓതി തീർക്കുകയും ഒക്കെ ചെയ്യണം. മെല്ലെ മെല്ലെ സാവകാശം നമുക്ക് ഓതി തീർക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين وإن كنتم جنبا فاطهروا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم منه ما يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون.
واذكروا نعمة الله عليكم وميثاقه الذي واثقكم به إذ قلتم سمعنا وأطعنا واتقوا الله إن الله عليم بذات الصدور. واذكروا نعمة الله عليكم وميثاقه الذي واثقكم به إذ قلتم سمعنا وأطعنا واتقوا الله إن الله عليم بذات الصدور. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى. അത് നിർത്താതെ കഴിയുകയാണെങ്കിൽ അല്ലാ തഅദിലു ഇഅദിലു അല്ലാ തഅദിലു ഇഅദിലു തഅദിലു ഇഅദിലു അലാ അല്ലാ തഅദിലു ഇഅദിലു. കാരണം എന്താ, നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നു, സുക്കൂൻ വന്നാൽ പിന്നെന്ത് ചെയ്യും, നീട്ടാനുള്ള ഒഴിവാകും. അല്ലാ തഅദിലു ഇഅദിലു അല്ലാ تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. وعد الله الذين آمنوا وعملوا الصالحات لهم مغفرة وأجر عظيم. وعد الله الذين آمنوا وعملوا الصالحات لهم مغفرة وأجر عظيم. والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم. والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم. يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ هم قوم. മീമിന് സുക്കൂന് തൻവീൻ ലമ്മാണ്. മീമിന് സുക്കൂന് തൊട്ട് മുമ്പ് വാവിന് സുക്കൂന് മദ്ദലീന് വന്ന് നിർത്തിയപ്പോൾ ഇത് ഹമ്മ ഖൗമുൻ അൻ യബ്സുതു നിർത്തിയപ്പോൾ നിർത്താതെ ഓതിയപ്പം അത് പോയി. أن يبسطوا إليكم أيديهم فكف أيديهم عنكم واتقوا الله وعلى الله فليتوكل المؤمنون. إن شاء الله 11 ആയത്താണ്. സൂറത്തുൽ മാഇദയുടെ 11 ആയത്തുകളാണ് ഇപ്പോൾ ഓതിയത്.
വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇവിടെ അവസാനിപ്പിക്കാം. 2-3 പ്രാവശ്യം ആവർത്തിക്കുക. അല്ലാഹു തആല മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ നല്ല ഇഖ്ലാസ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കണം എന്ന ആഗ്രഹത്തോടുകൂടെ നമ്മുടെ കൂടിയ പ്രേക്ഷകരായ ആളുകളാണ്. പ്രായമുള്ളവര്, പ്രായമില്ലാത്തവര്, യുവാക്കൾ, യുവതികൾ, അതുപോലെ തന്നെ കുട്ടികളൊക്കെ നമ്മുടെ പ്രേക്ഷകരായ ആളുകളുണ്ട്. റഹ്മാനെ റബ്ബെ, എല്ലാവരെയും നീ ഖബൂലാക്കണേ റഹ്മാനെ. എല്ലാവരുടെയും ആരോഗ്യത്തിന്, ഇബാദത്തുകളിൽ, ജോലികളിൽ, മറ്റുള്ള കച്ചവടങ്ങളിൽ, മറ്റുള്ള എല്ലാവിധ സംരംഭങ്ങളിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഒരു സഹോദരി വീടുണ്ടാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നല്ല ഖൈറായ ഒരു സ്ഥലവും നല്ല വീടും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പല നിലക്കും പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും എല്ലാം കൊണ്ടും ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും അല്ലാഹു തആല പരിപൂർണമായിട്ടും ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബേ, ഈ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ആഖിബത്തിനെ നന്നാക്കി തരണേ റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് ഈ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് ഉദ്ദേശങ്ങളും മാതാപിതാക്കൾക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആളുകൾ, രോഗശയ്യയിലേക്ക് കിടക്കുന്ന ഒരുപാട് ആളുകൾ, ഇങ്ങനെ പല നിലക്കും പറഞ്ഞവരുണ്ട്. വീടില്ലാത്തവർ, കടമുള്ളവർ, ജോലിയില്ലാത്തവർ, വിഷമമുള്ളവർ, കുടുംബപരമായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, മക്കളുമായി മറ്റുള്ള പ്രയാസങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവേദം വിഷയങ്ങൾ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവിധ പ്രയാസങ്ങളും രോഗങ്ങളും പരിപൂർണമായിട്ടും ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أوفوا بالعقود. أحلت لكم بهيمة الأنعام إلا ما يتلى عليكم غير محل الصيد وأنتم حرم. إن الله يحكم ما يريد. يا أيها الذين آمنوا لا تحلوا شعائر الله. لا تحلوا شعائر الله ولا الشهر الحرام ولا الهدي ولا القلائد ولا آمين البيت الحرام يبتغون فضلا من ربهم ورضوانا. وإذا حللتم فاصطادوا ولا يجرمنكم شنآن قوم أن صدوكم عن المسجد الحرام أن تعتدوا. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. واتقوا الله إن الله شديد العقاب.
حرمت عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به والمنخنقة والموقوذة والمتردية والنطيحة وما أكل السبع إلا ما ذكيتم وما ذبح على النصب وأن تستقسموا بالأزلام ذلكم فسق اليوم يئس الذين كفروا من دينكم فلا تخشوهم واخشون اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا فمن اضطر في مخمصة غير متجانف لإثم فإن الله غفور رحيم يسألونك ماذا أحل لهم قل أحل لكم الطيبات وما علمتم من الجوارح مكلبين تعلمونهن مما علمكم الله فكلوا مما أمسكنا عليكم واذكروا اسم الله عليه واتقوا الله إن الله سريع الحساب اليوم أحل لكم الطيبات وطعام الذين أوتوا الكتاب حل لكم وطعامكم حل لهم والمحصنات من المؤمنات والمحصنات من الذين أوتوا الكتاب من قبلكم إذا آتيتموهن أجورهن محصنين غير مسافحين ولا متخذي أخدان ومن يكفر بالإيمان فقد حبط عمله وهو في الآخرة من الخاسرين يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين وإن كنتم جنبا فاطهروا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم منه ما يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون
واذكروا نعمة الله عليكم وميثاقه الذي واثقكم به إذ قلتم سمعنا وأطعنا واتقوا الله إن الله عليم بذات الصدور. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. وعد الله الذين آمنوا وعملوا الصالحات لهم مغفرة وأجر عظيم والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم. يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ هم قوم أن يبسطوا إليكم أيديهم فكف أيديهم عنكم واتقوا الله وعلى الله فليتوكل المؤمنون. صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن ماتوا منا ولجميع أمة سيدنا مصطفى محمد صلى الله عليه وسلم وقنا وإياهم شر ما قضيت. آمين برحمتك يا أرحم الراحمين.